എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പ്രിവ്യൂവിൽ കണ്ട CC-യാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുപാട് പേര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്, ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം Alightmotion വീഡിയോ എഡിറ്റേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാവത്തുള്ളൂ. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഞാനിവിടെ Alightmotion ഓപ്പൺ ചെയ്തിട്ടുണ്ട്. Alightmotion ഓപ്പൺ ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ഈ റെക്റ്റാങ്കിൾ ആഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫിൽ സ്ക്രീൻ ചെയ്യുക ഒരു റെക്റ്റാങ്കിൾ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ട എല്ലാ പാർട്ടിലോട്ടും ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റെക്റ്റാങ്കിൾ 1 സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ഒതേഴ്സ് സെലക്ട് ചെയ്യുക, കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഈ ഒരു റെക്റ്റാങ്കിൾ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് കോൺട്രാസ്റ്റിൽ സോഫ്റ്റ് ലൈറ്റ് ആക്കുക. എന്നിട്ട് 50% ആക്കി കൊടുക്കുക. 45 to 50 ആണ് ഇതിൻ്റെ റേഞ്ച്. ഞാനിവിടെ 50% ആക്കി കൊടുക്കുന്നത്. ഞാൻ മെയിൻലി 50% തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് ആഡ് ചെയ്യുക. കളേഴ്സ് ലൈറ്റിൽ പോയിട്ട് സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് ആഡ് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം സാച്ചുറേഷൻ ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കുക. ഇനി ബാക്ക് വരിക, അതിനുശേഷം എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ഇൻവേർട്ട് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇൻവേർട്ട് എന്ന ഓപ്ഷൻ വരും. ഈ ഒരു ഇൻവേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഫക്റ്റ് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, കളേഴ്സ് ആൻഡ് ലൈറ്റിൽ പോയിട്ട് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഫക്റ്റ് കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ബ്രൈറ്റ്നസ് ഒരു 12% ആക്കി കൊടുക്കുക. അതിനുശേഷം കോൺട്രാസ്റ്റ് ഒരു 71% ആക്കി കൊടുക്കുക. സോ ഞാനിവിടെ ഒരു 71% ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ബ്ലറിൽ പോയിട്ട് ഗോഷൻ ബ്ലർ ആഡ് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഗോഷൻ ബ്ലർ കറക്റ്റ് 450 ആക്കി കൊടുക്കുക. കറക്റ്റ് 450 ആണ് ഇതിൻ്റെ റേഞ്ച്. അതിൽ നിന്ന് കൂടുതൽ കുറയോ ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഞാൻ ഇവിടെ കറക്റ്റ് 450 ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് വരിക. സോ നമ്മളുടെ ഫസ്റ്റ് റെക്റ്റാങ്കിളിൽ ആഡ് ചെയ്യേണ്ട എല്ലാ എഫക്റ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. അതിനുശേഷം റെക്റ്റാങ്കിൾ ഫിൽ സ്ക്രീൻ ചെയ്യുക, ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു റെക്റ്റാങ്കിൾ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് വന്നിട്ട് റെക്റ്റാങ്കിൾ 2 സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒതേഴ്സ് സെലക്ട് ചെയ്യുക, കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യുക കേട്ടോ. ഇനി ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, കളേഴ്സ് ആൻഡ് ലൈറ്റിൽ പോയിട്ട് സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് ആഡ് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് ഫുള്ളായിട്ട് കൂട്ടി കൊടുക്കണ്ട, കൂട്ടല്ല കുറച്ച് കൊടുക്കണ്ട, ജസ്റ്റ് ഒരു 86% ആക്കി കൊടുത്താൽ മതിയാവും. ഇനി ബാക്ക് വരിക. എന്നിട്ട് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ഗ്രേഡിയൻ്റ് ആൻഡ് ഓവർലേ എന്നുള്ള ഈ ഒരു എഫക്റ്റും കൂടി ആഡ് ചെയ്യണം. സോ ഒരു കളർ ആൻഡ് ലൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രേഡിയൻ്റ് ആൻഡ് ഓവർലേ ആഡ് ചെയ്യുക. എന്നിട്ട് ഗ്രേഡിയൻ്റ് ആൻഡ് ഓവർലേ എഫക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് കളർ നമ്മൾ വൈറ്റും സെക്കൻഡ് കളർ നമ്മൾ ബ്ലാക്കും ആക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ബ്ലെൻഡിങ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബാക്ക് വരിക. അതിനുശേഷം ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് കളേഴ്സ് ആൻഡ് ലൈറ്റിൽ പോയിട്ട് കളർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഫക്റ്റ് കൂടി ആഡ് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു കളർ ടെമ്പറേച്ചർ നമ്മൾ 1070K എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റേഞ്ചിലോട്ട് ആക്കി കൊടുക്കണം. സോ നിങ്ങൾ ഈ വീഡിയോ കാണാം. ഇത് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, കുറഞ്ഞ് പോകാണ്ടിരുന്നാൽ മതി. ജസ്റ്റ് ഞാൻ 1070K എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ അത്ര ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്ക് വരാം. എന്നിട്ട് ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, കളേഴ്സ് ആൻഡ് ലൈറ്റിൽ പോയിട്ട് എക്സ്പോഷർ ആൻഡ് ഗാമ ആഡ് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യുക. എന്നിട്ടൊന്ന് ബാക്ക് വന്നിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് കോൺട്രാസ്റ്റിൽ ഓവർലേ ആക്കി കൊടുക്കുക. എന്നിട്ടൊന്നും കൂടി ബാക്ക് വരിക. അതിനുശേഷം ആഡ് എഫക്റ്റ് എന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എക്സ്പോഷർ നേരത്തെ ആഡ് ചെയ്ത എക്സ്പോഷർ ആൻഡ് ഗാമ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു എക്സ്പോഷർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ബ്രൈറ്റ്നസ് കിട്ടുന്ന വരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 64 ആക്കി കൊടുക്കുക, 65 64 ആക്കി കൊടുക്കുക. ഓക്കെ,
ഇനി ബാക്ക് വരാം. സോ നമ്മളുടെ 2 റെക്റ്റാങ്കിളും ആഡ് ചെയ്യേണ്ട എല്ലാ എഫക്റ്റും ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ CC എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു CCയിൽ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റും എന്ത് കസ്റ്റമൈസേഷനും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യുക, ഓവറാക്കാണ്ടിരുന്നാൽ മതി, ജസ്റ്റ് ഐഡിയ അനുസരിച്ച് ചെയ്യുക. ഇനി നിങ്ങൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ആഡ് റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു എഫക്റ്റാണ്, ഒരു ബ്ലിങ്കിങ്, ഒരു ഫ്ലിക്കർ എഫക്റ്റാണ് ഈ ഒരു സംഭവം. ഈ ഒരു ഫ്ലിക്കർ എഫക്റ്റ് കൂടി ആഡ് ചെയ്താൽ നമ്മുടെ വീഡിയോ കാണാനായിട്ട് കുറച്ചുകൂടി ഭംഗി വെക്കും. സോ നിങ്ങൾ ഈ ഒരു എഫക്റ്റും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഈ ഒരു റെക്റ്റാങ്കിൾ ഫിൽ സ്ക്രീൻ ചെയ്യുക, ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ വേണ്ട എല്ലാ പാർട്ടിലോട്ടും ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റ് വന്നിട്ട് റെക്റ്റാങ്കിൾ 3 സെലക്ട് ചെയ്തിട്ട് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ഒതേഴ്സ് സെലക്ട് ചെയ്യുക, കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, കളേഴ്സ് ആൻഡ് ലൈറ്റിൽ പോയിട്ട് എക്സ്പോഷർ ആൻഡ് ഗാമ ആഡ് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ ഒരു എക്സ്പോഷർ ഒരു 80യോ 70യോ ആക്കി കൊടുക്കുക. ഞാനിവിടെ 80% ആക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്ലിക്കർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ബാക്ക് വന്നു. അതിനുശേഷം എഫക്റ്റ് സെലക്ട് ചെയ്തു, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്തു, ഒപ്പാസിറ്റി ആൻഡ് വിസിബിലിറ്റിയിൽ പോയിട്ട് നമ്മൾ ഈ ഒരു ഫ്ലിക്കർ എഫക്റ്റ് ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഫ്ലിക്കർ എഫക്റ്റാണ് ആഡ് ചെയ്യേണ്ടത്, ബ്ലിങ്കിങ് എഫക്റ്റ് അല്ല. ജസ്റ്റ് കൺഫ്യൂഷൻ വരും. ഫ്ലിക്കർ എഫക്റ്റാണ് ആഡ് ചെയ്യേണ്ടത്. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഫ്ലിക്കർ എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഫ്രീക്വൻസി ഫുള്ളാക്കി കൊടുക്കുക, സ്ട്രെങ്ത്ത് ഫുള്ളാക്കി കൊടുക്കുക, അതിനുശേഷം സീഡും ഫുള്ളാക്കി കൊടുക്കുക. എന്നിട്ട് ബാക്ക് വരിക. എന്നിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് ലൈറ്റ് ആൻഡിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നോർമൽ ഇട്ടാലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഈ ഒരു ലൈറ്റ് ആൻഡിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഏതിട്ടാലും കുഴപ്പമില്ല. ഞാൻ ഈ ഒരു ലൈറ്റ് ആൻഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സേഫ്റ്റിക്ക്, ഒരു പേരിന് വേണ്ടിയിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഈ ഒരു CC ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ അടിപൊളി CC ആണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഈ ഒരു CC നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു CC. ഞാൻ മെയിൻലി ഈ ഒരു CC ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും ഞാൻ ഈ ഒരു CC തന്നെയാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൊക്കെ കയറി നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു CC തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ ഈ ഒരു CCയുടെ പ്രിവ്യൂസ് കാണുന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ നിന്നും ഈ ഒരു CCയുടെ പ്രിവ്യൂസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.